നമസ്കാരം. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബീഡ്സ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് പഠിച്ചിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കർവും കോർണറും ഒക്കെ ബീഡ്സ് ഉപയോഗിച്ച് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നാണ് പഠിക്കുന്നത്. ഞാനിവിടെ ഒരു കർവ് ഷേപ്പ് ഡ്രോ ചെയ്തിട്ടുണ്ട്. ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ക്ലോത്തിൻ്റെ കളർ ത്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ക്ലോത്തിൻ്റെ കളർ ത്രെഡ് ഇല്ലെങ്കിൽ ബീഡ്സിൻ്റെ കളർ എടുത്താലും മതി. സാധാ സ്വിങ് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ബീഡ്സ് ലോഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ത്രെഡ് സ്റ്റിച്ച് ചെയ്യാം. ത്രെഡ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക. അതിനുശേഷം ഒരു ലോക്ക് സ്റ്റിച്ചും കൊടുക്കുക. ഇനി ബീഡ്സ് ലോഡ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബീഡ്സ് എങ്ങനെയാണ് നീഡിലിൽ കോർക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്ര ബീഡ്സ് എടുക്കാൻ പറ്റുമോ അത്രയും ബീഡ്സ് നിങ്ങൾ ഇതുപോലെ നീഡിലിൽ എടുക്കുക. നമ്മൾ ഓരോ ബീഡ് കോർക്കുമ്പോഴും തൊട്ട് മുന്നേ എടുത്ത ബീഡ്സ് എല്ലാം താഴേക്ക് പോരും. അപ്പം നമ്മൾ ഒരുമിച്ച് ഏറ്റവും ലാസ്റ്റ് എടുത്ത ബീഡിനെ മുകളിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ എല്ലാ ബീഡ്സും മുകളിലേക്ക് പൊയ്ക്കോളും. ഞാൻ ആ നീഡിൽ ഫുള്ള് ലോഡ് ചെയ്തെടുക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ എടുക്കാൻ പറ്റിയില്ല എന്ന് വെച്ച് വിഷമിക്കേണ്ട. പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ബീഡ്സിൻ്റെ എണ്ണം കൂട്ടിയെടുത്താൽ മതി. ഇനി നീഡിലിൻ്റെ ഹുക്കിൽ ആ ഒരു ത്രെഡ് കൊളുത്തുക. അതിനുശേഷം നമുക്ക് ബീഡ്സ് താഴേക്ക് ത്രെഡിലേക്ക് ഇട്ട് കൊടുക്കാം. ഷേപ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഡ്രോ ചെയ്തിരിക്കുന്ന ഈ ഒരു ലൈനിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വരണം. ഇതേപോലെ ടേൺ ചെയ്ത് നമ്മൾ ഓരോ ബീഡ് വെച്ച് സ്റ്റിച്ച് ചെയ്താലേ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് കിട്ടത്തുള്ളൂ. ഞാൻ സൂം ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം, എങ്കിലേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു കർവ് ചെയ്യുന്നത് മനസ്സിലാവത്തുള്ളൂ. ഇനി നീഡിലിൻ്റെ ഹുക്ക് ആ ത്രെഡിൽ കൊളുത്തുക. അതിനുശേഷം റിംഗ് ഫിംഗർ ലൂസ് ചെയ്ത് ഓരോ ബീഡ്സായിട്ട് താഴേക്ക് ഇട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക. റിംഗ് ഫിംഗർ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ലൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ബീഡ്സായിട്ട് താഴേക്ക് വീഴും. ഓരോ ബീഡ്സ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വിശദമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഈ വീഡിയോ പ്രാക്ടീസ് ചെയ്താൽ മതി. ബിഗിനേഴ്സിന് സ്റ്റാർട്ടിങ്ങിൽ ഇതുപോലെ ഓരോ ബീഡ്സായിട്ട് ഇട്ട് കൊടുക്കാൻ കുറച്ച് പ്രോബ്ലം വരും. ചിലപ്പോൾ ലൂസ് ചെയ്യുന്ന സമയത്ത് എല്ലാ ബീഡ്സും കൂടി താഴേക്ക് വീഴും. അങ്ങനെ വീണ് കഴിഞ്ഞാൽ നമ്മൾ ലോഡിങ് ചെയ്ത സമയത്ത് ഓരോ ബീഡ്സ് കോർക്കുന്ന നേരം മുകളിലുള്ള ബീഡ്സ് എല്ലാം താഴെ വീഴില്ലായിരുന്നു. അതേപോലെ തന്നെ ഈ ലാസ്റ്റ് ബീഡിനെ ചേർത്ത് മുകളിലേക്ക് എടുത്താൽ മതി. കർവ് ഫിഗേഴ്സിന് എപ്പോഴും നമ്മൾ ഓരോ ബീഡ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് ഫിനിഷിങ്. 2 ബീഡ്സോ 3 ബീഡ്സോ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കർവ് കറക്റ്റായിട്ട് വരത്തില്ല. കർവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ആ ഡ്രോ ചെയ്തിരിക്കുന്ന അതേ ലൈനിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യണം. നമ്മൾ ഡ്രോ ചെയ്തിരിക്കുന്ന അതേ ലൈനിൽ തന്നെ നീഡിൽ കുത്തി ചെയിൻ എടുക്കുക. നമ്മൾ ഡ്രോ ചെയ്തിരിക്കുന്ന ആ ലൈനിനെ ഫേസ് ചെയ്തിട്ടാണ് നമ്മുടെ നീഡിലിൻ്റെ ഹുക്ക് ഇരിക്കേണ്ടത്. ആ ലൈൻ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നമ്മൾ നീഡിൽ കുത്തി കഴിഞ്ഞാൽ ആ കർവിൻ്റെ ഷേപ്പും മാറിപ്പോവും. കർവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കർവ് ഫിഗേഴ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഓരോ ബീഡ്സ് വെച്ചല്ലേ താഴേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു മെത്തേഡും കൂടി കാണിക്കാം. ഇതുപോലെ എല്ലാ ബീഡ്സും താഴേക്ക് ഇട്ട് കൊടുത്ത് ഓരോന്നായിട്ട് വേണേലും സ്റ്റിച്ച് ചെയ്യാം. സൂം ചെയ്ത് കാണിക്കാം, അപ്പം നന്നായിട്ട് മനസ്സിലാവും. പക്ഷേ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ കുറച്ച് പ്രാക്ടീസ് വേണം. ബിഗിനേഴ്സിന് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മാത്രമേ ഈ ഒരു മെത്തേഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡാണ് നമുക്ക് ഫാസ്റ്റിൽ ചെയ്യാൻ പറ്റുന്നത്. ലാസ്റ്റിൽ എൻഡ് നോട്ട് ഇട്ട് ഫിനിഷ് ചെയ്യാം. ലാസ്റ്റ് ബീഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് എൻഡ് നോട്ട് കൊടുക്കരുത്. ലാസ്റ്റ് ബീഡ് സ്റ്റിച്ച് ചെയ്ത് ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം മാത്രം എൻഡ് നോട്ട് കൊടുക്കണം. ഇനി ഷാർപ്പ് എഡ്ജസ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സിഗ്സാഗ് ഫിഗറാണ് വരയ്ക്കുന്നത്. സ്റ്റാർട്ടിംഗ് ഒക്കെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക. അതിനുശേഷം ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് നമുക്ക് 2 ബീഡ്സ് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. മുകളിൽ കർവ് സ്റ്റിച്ച് ചെയ്തപ്പോൾ നമ്മൾ ഒരു ബീഡായിട്ടല്ലേ ആ ത്രെഡിൽ ഇട്ട് കൊടുത്തത്. ഇവിടെ നമുക്ക് 2 ബീഡ്സ് താഴേക്ക് ഇട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാം. 2 ബീഡ്സിൽ കൂടുതൽ നമ്മൾ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യല്. കാരണം റിങ്ങിൽ നിന്ന് ക്ലോത്ത് റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ബീഡ്സ് സ്റ്റിച്ച് ചെയ്തതെല്ലാം ലൂസായി പോവും. അതുകൊണ്ട് എപ്പോഴും 1-2 ബീഡ്സ് മാത്രമേ സ്റ്റിച്ച് ചെയ്യാവൂ. ഇവിടെ ഇപ്പോൾ കോർണർ എത്തി. ആ കോർണറിലെ പോയിൻ്റ് കാണുന്നില്ലേ, ആ ഒരു പോയിൻ്റ് വരെ നമുക്ക് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാം. ഇനി താഴേക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് ഇതുപോലെ താഴേക്ക് പിടിച്ച് സ്റ്റിച്ച് ചെയ്യല്. കാരണം അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു വളവ് വരുന്നത് കണ്ടോ. ഇങ്ങനെ വളവ് വന്നു കഴിഞ്ഞാൽ കോർണർ കറക്റ്റായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് കൂടി കൊടുക്കണം. ഇനി ഡയറക്റ്റ് നമ്മൾ ഇതുപോലെ ഇപ്പം ഞാൻ ആ ത്രെഡ് വെച്ചിട്ടില്ലേ, അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്താലും ചിലപ്പോൾ കോർണർ കറക്റ്റായിട്ട് കിട്ടത്തില്ല. ചെറിയ ഒരു കോർണറിൻ്റെ ആ ഒരു പോയിൻറ്റിന് വ്യത്യാസം വരും. ഞാൻ ഇത് വെച്ച് കാണിക്കാം.
ഇത് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കോർണർ പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. കോർണർ ആണോ എന്ന് ചോദിച്ചാൽ കോർണറാണ്, പക്ഷേ എങ്കിലും ഒരു ഫിനിഷിംഗ് ഇല്ലാത്ത രീതിയിൽ വരും. ഇവിടെ കോർണറിൻ്റെ മുകൾ വശം കണ്ടോ, ഷാർപ്നെസ് കറക്റ്റായിട്ട് വന്നിട്ടില്ല. കറക്റ്റായിട്ട് ആ കോർണർ വരണമെങ്കിൽ താഴത്തെ സ്റ്റിച്ചിങ് ആ ഒരു ലൈനിൽ തന്നെ വരണം. അതിനായിട്ട് ഇത് ഈ ഒരു പോയിൻ്റ് ഇല്ലേ, ഈ ഒരു ലൈനിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ്, അവിടെ ഒരു ചെയിൻ സ്റ്റിച്ച് കൂടി കൊടുക്കണം. അതായത് ആ ലാസ്റ്റ് വന്ന 2 ബീഡ്സിൻ്റെ ഇടയിലായിട്ട്. ഇനി താഴേക്ക് നമുക്ക് ഇതുപോലെ തന്നെ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ ആ കോർണർ കണ്ടോ, കറക്റ്റായിട്ട് ആ ഒരു പോയിൻ്റ് വന്നത്. ഈ രീതിയിൽ നിങ്ങൾ കോർണർ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഡിസൈൻസ് ഒക്കെ നല്ല ഫിനിഷിങ്ങിൽ ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ ഒരു ഷുഗർ ബീഡ് കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലൈൻ കംപ്ലീറ്റ് ആവും. കോർണറിൽ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എങ്ങോട്ടാണോ സ്റ്റിച്ച് ചെയ്യേണ്ടത് ആ ഒരു സൈഡിലേക്ക് ലാസ്റ്റിലത്തെ 2 ബീഡിൻ്റെ ഇടയ്ക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ബീഡ്സ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പോവാം. ഇതേപോലെ ആ ഒരു ലൈനിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. ഇപ്പോൾ കോർണർ എത്തി, ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക, തിരിച്ച് താഴത്തെ ലൈനിൽ ഒരു ചെയിൻ സ്റ്റിച്ച്, വീണ്ടും ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് പോവുക. ഇപ്പോൾ കോർണർ സ്റ്റിച്ച് ചെയ്യുന്ന മനസ്സിലായല്ലോ. ഇതേപോലെ തന്നെയാണ് നമ്മൾ ലീഫിൻ്റെ കോർണർ ആയാലും അതേപോലെ സ്ക്വയർ, ട്രയാങ്കിൾ, ഈ ഷേപ്സിൻ്റെ എല്ലാം കോർണർ ഇതേപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് 3-4 ബീഡ്സ് ഒന്നും ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യല്. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ടൈറ്റായിട്ടായിരിക്കും ഇരിക്കുന്നത്, പക്ഷേ പിന്നീട് അത് ലൂസായി പോകും. അതുകൊണ്ട് ബ്ലൗസിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും 1-2 ബീഡ്സ് മാത്രമേ യൂസ് ചെയ്യാവൂ. ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ ഇതുവരെ സ്വിങ് ത്രെഡ് അല്ലേ യൂസ് ചെയ്തത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാണുന്ന രീതിയിലാണ് സ്റ്റിച്ച് വരുന്നതെങ്കിൽ നമുക്ക് ജെറി ത്രെഡ് യൂസ് ചെയ്യാമെന്ന്. ഈ ഒരു ഷേപ്പ്, ഈ ഒരു ഹേർട്ട് ഷേപ്പ് ഞാൻ ജെറി ത്രെഡ് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. ഇവിടെ ഞാൻ ഇടയ്ക്ക് ഡോട്ട് ഇട്ട് കൊടുക്കുന്നത് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഇടയ്ക്കലത്തെ ഗ്യാപ്പ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനാണ് കേട്ടോ ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഡോട്ട് ഇടാതെ വേണമെങ്കിലും ഡയറക്റ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ താഴത്തെ ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നീഡിൽ കുത്തി ത്രെഡ് എടുത്തു, അതിനുശേഷം ലോക്ക് സ്റ്റിച്ചും ഇട്ട് കൊടുക്കാം. ഇനി ഒരു ബീഡ് അതിൽ കോർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത ഒരു പോയിന്റ് വരെ ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം. അടുത്ത പോയിന്റിൽ വീണ്ടും ബീഡ്സ് കോർത്ത് കൊടുക്കുക, വീണ്ടും ചെയിൻ സ്റ്റിച്ച്. ഈ ഒരു മെത്തേഡിൽ നമുക്ക് സ്ലീവ്സിൻ്റെ ബോർഡറിലൊക്കെ സ്റ്റിച്ച് ചെയ്യാം. ഷുഗർ ബീഡിന് പകരം നമ്മൾ 3mm 4mm ബീഡ്സൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഇവിടെ ഒരു ബീഡ് മാത്രമേ സ്റ്റിച്ച് ചെയ്യാവുന്നൊന്നുമില്ല. നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ബീഡ്സിൻ്റെ എണ്ണവും സൈസും ഒക്കെ ചേഞ്ച് ചെയ്യാം. ഈ ഒരു പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തന്നതാണ്. ഇവിടെ കോർണറിലെ സ്റ്റിച്ചിങ് ഒന്ന് ശ്രദ്ധിച്ചോണം. നമ്മൾ കോർണറിൽ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് ലോക്ക് സ്റ്റിച്ചും കൊടുത്തു. ഇനി ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഈ സ്റ്റിച്ചിനെ ലോക്ക് ചെയ്യാനായിട്ട് ഇപ്പം നമ്മൾ ലോക്ക് സ്റ്റിച്ച് കൊടുത്ത ചെയിനില്ലേ, അത് ഇതുപോലെ ബീഡ്സിൻ്റെ മുകളിലായിട്ട് നമുക്ക് തിരിച്ച് വെച്ച് ടൈറ്റ് ചെയ്യാം. താഴെ നിന്ന് ആ ഒരു ത്രെഡ് വലിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബീഡിൽ അത് ടൈറ്റായിട്ടിരിക്കും. അങ്ങനെ വേണമെങ്കിൽ നമുക്കിവിടെ ലോക്ക് ചെയ്യാം. ഇതുപോലെ നീഡിൽ കൊണ്ട് പുറകോട്ട് തിരിച്ച് ആ ഒരു ബീഡിനെ ഫുൾ ആ ഒരു ചെയിനിൽ കവർ ചെയ്യുക. അതിനുശേഷം താഴെ നിന്ന് ത്രെഡ് വലിച്ചാൽ മതി. അപ്പോൾ അവിടെ ആ ഒരു സ്റ്റിച്ച് ലോക്ക് ആയിക്കോളും. ഇനി നമുക്ക് ആ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെയിൻ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് പോകാം. ഒന്നുകിൽ നമ്മൾ മുകളിൽ സിക്സാക്കിൽ കാണിച്ച പോലെ കോർണർ സ്റ്റിച്ച് ചെയ്യാം, അതല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിൽ വേണമെങ്കിലും കോർണർ സ്റ്റിച്ച് ചെയ്യാം. താഴെ ഇവിടെ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തുമ്പോൾ എൻഡ് നോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യാം. ഇനി ബീഡ്സിൻ്റെ ഒരു മെത്തേഡ് കൂടി സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. പിന്നെ 2 കളർ ബീഡ്സാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. കോൺട്രാസ്റ്റ് കളർ ബീഡ്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, ഗ്രീൻ കളറും മെറൂൺ കളറും. ഞാനിവിടെ 2ഉം ഓരോന്ന് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഒരു ഗോൾഡൻ ബീഡ്, 2 കളർ ബീഡ്, പിന്നെ ഒരു ഗോൾഡൻ ബീഡ്, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ബീഡ്സ് എടുക്കാം. സർക്കിൾ ആയതുകൊണ്ട് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ലോക്ക് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ കർവ് ഫിഗർ ആയതുകൊണ്ട് ഓരോ ബീഡ്സ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. സ്റ്റിച്ചിങ് എടുത്ത് പറയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ സ്പീഡിൽ കാണിക്കുന്നത്. ബീഡ്സ് 1 by 1 ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ നീഡിലിൽ എങ്ങനെയാണ് നമുക്ക് ഹോൾഡ് ചെയ്യേണ്ടതെന്നും ഒക്കെ ഇപ്പോൾ നന്നായിട്ട് പഠിച്ചു കാണുമല്ലോ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ക്ലാസ്സിൽ ചെയ്ത ഷേപ്സ് കൂടാതെ ഒരു ലീഫ് ഡിസൈൻ കൂടി പ്രാക്ടീസ് ചെയ്യുക. ജെറി ത്രെഡിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ലീഫ് ഡിസൈൻ ചെയ്തില്ലേ, അതേപോലെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നന്നായിട്ട് മനസ്സിലായല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്